നവ്യ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ നമുക്ക് നന്ദുനെ ഇനി പുറത്തേക്കൊന്നും ഇറക്കണ്ട. അവളുടെ മുഖത്ത് എത്രയൊക്കെ ശ്രമിച്ചാലും സന്തോഷം വരില്ല. അത് കാണുമ്പം എല്ലാവർക്കും സംശയമാകും. അതുകൊണ്ട് അവൾ മുറിയിൽ തന്നെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലതെന്ന് പറയാണ്. നയനയും പറയുന്നുണ്ട്, അതേ അമ്മേ, അതാ നല്ലത്. അല്ലെങ്കിൽ അവൾ പുറത്തേക്ക് ഇറങ്ങി സങ്കടമൊക്കെ കാണുമ്പോഴേക്കും എല്ലാവർക്കും സംശയമാകും. അത് മാത്രമല്ല, അനി എപ്പോഴെങ്കിലും അവിടെ മിണ്ടാൻ ശ്രമിച്ചാൽ ചെറിയമ്മ വന്ന് ആകെപ്പാടെ വഴക്കുണ്ടാക്കും. പിന്നെ എന്താ കാരണമെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും വരുമ്പം ഒരുപക്ഷെ ജാനകി ചെറിയമ്മ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞാലോ. ഇന്ന് ഒരു ദിവസവും കൂടി എങ്ങനെയെങ്കിലും നമുക്ക് തള്ളി നീക്കണം. ഇന്ന് നാളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് എന്നൊക്കെ നയനും നവ്യയും കനവും കൂടെ പറഞ്ഞോടെ നിൽക്കുകയാണ്. അതേ മോളെ, അത് തന്നെയാണ് വേണ്ടത്. അവളെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയേക്കാന്ന് പറയുമ്പോൾ പൂട്ടൊന്നും വേണ്ടമേ. അവൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയാലോ നമുക്ക് അവളൊരു മുറിക്കകത്താക്കാം. എന്നിട്ട് നവ്യേച്ചി ഇപ്പോൾ പ്രഗ്നന്റ് ആണല്ലോ, ജോലിയും ചെയ്യാൻ പറ്റില്ലല്ലോ, നവ്യേച്ചി അവളുടെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ നന്ദുവിനെ കൊണ്ട് ഒരു മുറിയിൽ നിർത്താണ് കേട്ടോ. എന്താ ചേച്ചി, എന്നെ പൂട്ടിടാൻ പോവാണോ? അയ്യോ മോളെ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. മോളുടെ ഈ മുഖത്തെ വിഷമമൊക്കെ കണ്ടാല് എല്ലാവരും എന്താ കാര്യം എന്ന് ചോദിക്കും. അത് പിന്നെ മോൾക്ക് ആകപ്പാടെ സങ്കടം. അത് മാത്രമല്ല, മോള് പുറത്തു നിന്നാല് അനി എപ്പോഴും വന്ന് മോളോട് സംസാരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ജാനകി ചെറിയ പ്രശ്നം ഉണ്ടാക്കിയാല് എന്താ കാരണം എന്നൊക്കെ ഇവിടെ ഉള്ളത് അറിയില്ലേ. അതുകൊണ്ടാ മോളെ, ആരും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതിൻ്റെ എൻ്റെ പൊന്നു മോള് അകത്തുനിന്ന് ഇരുന്നാൽ മതി. നവ്യേച്ചി ഇവിടെ തന്നെ കാണും. എനിക്കെന്തായാലും അകത്തിരിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് പുറത്തേക്ക് പോയല്ലേ പറ്റുള്ളൂ. ഓരോ ജോലികളൊക്കെ നോക്കണ്ടേ. അതുകൊണ്ട് ഞാനും അമ്മയും പുറത്തേക്ക് പോവാം. നിങ്ങൾ രണ്ടും ഇവിടെ തന്നെ കാണണേ എന്നും പറഞ്ഞിട്ട് നവ്യനെ നന്ദുവിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. നവ്യ മുറിയിൽ എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എത്ര നാളായി വന്ന് തുടങ്ങിയിട്ട്? അത് ചേച്ചി, അനാമിക ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നവരെ ഞങ്ങളുടെ ഇടയിലുള്ള സൗഹൃദമാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ അനാമിക എപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ, ഞങ്ങൾ രണ്ടും തമ്മിൽ അകലാൻ തുടങ്ങിയോ അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഉള്ളിൽ പ്രണയമായിരുന്നുള്ളത്. അത് അനി എന്നോട് തുറന്നു പറഞ്ഞു. പലതവണ വീട്ടിൽ വന്നിട്ടുണ്ട്, രാത്രിയിലൊക്കെ വന്നിട്ട് എന്നെ പലതവണ ചോദിച്ചു എന്നെ ഇഷ്ടമാണോ എന്ന്. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ഒഴിവുകൾ പറഞ്ഞിടാ ചെയ്തത്. ഇഷ്ടമില്ലെന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ചേച്ചി. അത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നന്ദു അനി ചിലപ്പം ഈ ഒരു പ്രപ്പോസലായിട്ട് വീണ്ടും വരില്ലായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ പറയാൻ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നവി പറയാണ്, മോളെ ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഇത്രയും നല്ലൊരു പയ്യനെ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അത് മാത്രമല്ല, മോളെ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രണയിച്ചൊരു പയ്യനല്ലേ അനി. ആ ഒരു വിഷമം മോക്ക് ഈ താങ്ങാൻ കഴിയാത്തത്. അതൊക്കെ പതിയെ മാറിക്കോളും. നാളെ അവൻ്റെ ജീവിതത്തിൽ മറ്റാൾ വരാൻ പോവാ. അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് വെറും ഫ്രണ്ട് മാത്രമായിരിക്കണം അവൻ. അതുകൊണ്ട് മോൾ ഇപ്പോൾ തന്നെ തൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ ഇതും മായ്ച്ചു കളഞ്ഞേക്കെന്ന് പറയുന്നുണ്ട്. മോൾ ഇവിടെ കിടന്നോ, ചേച്ചി മോൾ അടുത്ത് തന്നെ കാണുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു അവിടെ കരഞ്ഞു കിടക്കുമ്പോൾ നവ്യ അവിടെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളുടെ വിഷമം മൊത്തം ദാ ഇവിടെ കിടന്ന് കരഞ്ഞു തീർത്തോണം. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദു പഴയ നന്ദു ആവണം. എല്ലാവരെയും ഇടിച്ചു തെറിപ്പിക്കുന്ന ആ മഴക്കാളെ നന്ദു എന്നൊക്കെ പറഞ്ഞ് നവ്യ അവളെ മാക്സിമം റിലാക്സ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്ദു പറയാണ്, എൻ്റെ ചേച്ചി ഇത്രയും മാറിപ്പോയെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലേ ചേച്ചി. ചേച്ചി ഇപ്പം സൂപ്പറാ. ചേച്ചി ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവും നവിയും പരസ്പരം കെട്ടിപ്പിടിച്ച് അവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ ചേച്ചി, ഇപ്പം അഭിയേട്ടൻ എങ്ങനെയാ? ചേച്ചിയുമായിട്ട് നല്ല ജീവിതത്തിലാണോ? അതൊന്നും പറയാതിരിക്കാം മോളെ ഭേദം. എൻ്റെ കൂടെയൊക്കെ കിടക്കുന്നതൊക്കെ തന്നെ. പക്ഷേങ്കിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഈ ഒരു കുഞ്ഞൊന്നും ഉണ്ടായിപ്പോയതല്ലാതെ മറ്റൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് യാതൊരു സ്നേഹവും ഇല്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. എനിക്ക് എത്ര മാസമായെന്നോ, എൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എങ്ങനെയാണെന്നോ, എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്നോ ഒന്നും അയാൾക്കറിയില്ല. കുറച്ച് നേരം പോലും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യില്ല. ആ സമയങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അവൻ വെള്ളം അടിക്കാൻ ബാറിലേക്ക് പോകും. അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ പോയിട്ട് എന്തെങ്കിലും അടുത്ത് എന്നെ കൊല്ലാനുള്ള വഴിയുണ്ടോ നോക്കും. ചേച്ചിനെ കൊല്ലാനോ? എന്താ ചേച്ചി പറയുന്നേ? അതേ മോളെ, മോക്കറിയില്ല. ഒരു തവണ ഈ അനിയുടെ മനാമികയുടെ വിവാഹത്തിൻ്റെ ദോഷങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയത് മോൾ ഓർക്കുന്നുണ്ടോ? ആ ഓർക്കുന്നുണ്ട് ചേച്ചി. അന്ന് അവിടെ വെച്ചിട്ട് തറയിൽ എണ്ണ കിടന്നായിരുന്നു. അതിൽ തെന്നി വീണ് എൻ്റെ വയറ് ശൂലത്തിൽ തറയ്ക്കാൻ പോയി. അന്നുണ്ടല്ലോ ഈ ദേവേനെ വലിയ എന്നെ രക്ഷിച്ചത്. അതോർക്കുമ്പോൾ ഇന്നും അവിടെ എനിക്ക് ഭയങ്കര സ്നേഹവും കടപ്പാടും ഉണ്ട്. എൻ്റെ ജീവൻ തിരിച്ചെന്നത് അവരല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെയും ജസ്റ്റ് മിസ്, അതായത് ശൂലം എൻ്റെ വയറിൽ തറയ്ക്കാൻ പോയത് ഒരു സെക്കൻഡ് മുമ്പെയാണ് അവരെന്നെ വയറിൽ വന്ന് പിടിച്ച് എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചേച്ചി ഉണ്ടാവില്ലായിരുന്നൊക്കെ പറയുന്നുണ്ട്. ആഹാ, അങ്ങനെയൊക്കെ നടന്നെന്ന് ചോദിക്കുകയാണ്. അതും അഭിക്കോടെ എന്താ വെന്നെന്ന് ചോദിക്കുമ്പം അതെന്താ സംഭവം എന്നറിയാമോ? അവിടെ അങ്ങനെ എണ്ണ പറഞ്ഞ് യാതൊരു ചാൻസും ഇല്ല. നയനയാ പറഞ്ഞത്. അന്ന് സംശയാസ്പദമായ രീതിയിൽ അവിടെ അഭിയാ കണ്ടേന്ന്. ഞാൻ വീഴാൻ അങ്ങനെ പോയിട്ട് പോലും അവൻ ഞാൻ നിന്നിടത്തുനിന്ന് അനങ്ങിയില്ലാന്ന്. നയന ശ്രദ്ധിക്കുന്നെന്ന് മനസ്സിലായ ഉടനെ അവൻ എന്തോ സാധനം താഴെ വെച്ചിട്ട് ഓടിപ്പോയി എൻ്റെ അടുത്ത് വരിക എന്ന് അവൾ പറഞ്ഞത്. അതിനർത്ഥം അവൻ തന്നെ ആയിരിക്കും കൊല്ലാൻ ശ്രമിച്ചത്. ഇതുപോലൊന്നും അല്ല, പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ ആ സമയത്തൊക്കെ വന്നിട്ട് എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒമയ്ക്ക ജ്യൂസൊക്കെ തന്നിട്ടുണ്ടെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത്രയ്ക്കൊക്കെ ദുഷ്ടനാണോ അഭിയും ചോദിക്കുകയാണ്. അതേ മോളെ, ഭയങ്കര ദുഷ്ടനാ. ഈ വീട്ടിലെ അവൻ്റെ അമ്മയുണ്ടല്ലോ ജലജ, അവർ ഈ തറവാട്ടിലൊന്നും ഇല്ല. അവരെ ഈ ദത്തെടുത്ത് വളർത്തുന്നതാണെന്ന് പറയുന്നുണ്ട്. ആണോ ചേച്ചിയും ചോദിക്കുകയാണ്. അതെ,
ഈ മുത്തശ്ശിനെ മകളൊന്നുമല്ല, ആ സ്വഭാവമാണ്. അതുകൊണ്ട് ആ സ്വഭാവം അവർക്ക് കിട്ടാത്തതെന്ന് പറയാണ് കേട്ടോ. പക്ഷെ ആദർശേട്ടൻ അങ്ങനൊന്നുമല്ല. എന്തൊക്കെ പറഞ്ഞാലും നയനയ്ക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെ ആദർശേട്ടൻ നല്ല സ്വഭാവക്കാരനാണ്. പക്ഷെങ്കിൽ ഈ നയന വന്നതിന് ശേഷം നയനയും ഞാനും ഒക്കെ വന്ന രീതി അതല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ആദർശേട്ടന് ഒരിക്കലും അവളോട് പൊരുത്തപ്പെടാൻ പറ്റാതെ പോയത്. അതുകൊണ്ടാണ് അവളെ സ്നേഹിക്കാത്തത്. പക്ഷെ ഇപ്പോൾ ആദർശേട്ടൻ അവളെ നല്ല സ്നേഹമാണ്. ഇതുവരെ അവർ തമ്മിൽ മറ്റൊരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അവളെ കെയർ ചെയ്യുകയും സംസാരിക്കുകയും അവളങ്ങനെ പുറത്തേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്കിപ്പോൾ സന്തോഷം എളുപ്പം കിട്ടുന്നുണ്ട്. അത് തന്നെ ഓർക്കുമ്പം വലിയ സമാധാനം. പിന്നെ അവൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു ഈ ജാനകി ചെറിയ അനിയൊക്കെ. പക്ഷെ അത് ഇപ്പം ഇങ്ങനെ മാറിപ്പോകുമെന്ന് അറിഞ്ഞില്ല. ഇപ്പം അവളുടെ ഏറ്റവും വലിയ ശത്രു ആ ജാനകി ചെറിയമ്മയാണ്. പറഞ്ഞതൊക്കെ നീ കേട്ടതില്ലെന്ന് പറയുന്നുണ്ട്. അതേ ചേച്ചി, ഞാൻ കാരണം പാവ എൻ്റെ ചേച്ചിയും കൂടെ വിഷമിക്കാൻ പോവാ എന്നൊക്കെ പറയുന്നുണ്ട്. മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, മോളെ കിടന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളോട് കിടക്കുന്നുണ്ട്. ഞാനൊന്ന് പോയിട്ട് അബിയെ നോക്കിയിട്ട് വരാം, അല്ലെങ്കിൽ വെള്ളം അടിച്ച് അവൻ എവിടെയെങ്കിലും ഫ്ലാറ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ സമയത്ത് തന്നെ അബിയാണെങ്കിൽ ഈ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ, അതിനിടയ്ക്ക് ടെൻഷനും വിഷമമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജ്യൂസിനകത്ത് ഇങ്ങനെ ഈ വോഡ്ക മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു ഫ്രണ്ടാണത് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ വോഡ്ക മിക്സ് ചെയ്തവന് വെക്കാണ്. ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അവൾ വരുന്നുണ്ട് കേട്ടോ. അതെന്നറിയാമോ, നവി വരുന്നുണ്ട്. നവിക്ക് ഇങ്ങനെ ഇക്കളെടുത്ത് വരികയാണ്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം എന്ന് പറയുമ്പോഴേക്കും അയ്യോ ഈ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല, ഈ ജ്യൂസ് കുടിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ ഈ ജ്യൂസ് ഞാൻ കുടിച്ചാൽ ഈ ജ്യൂസും കൊണ്ട് തന്നെന്ന് പറയുമ്പോഴേക്കും ഇല്ല ഞാൻ തരില്ലെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊരു മനുഷ്യൻ ചോദിക്കുമ്പോൾ ഇത് കപ്പങ്ങ ജ്യൂസാ, നീ കുടിക്കാൻ പാടില്ല, നീ ഗർഭിണിയല്ലേ ചോദിക്കുകയാണോ. ഓ അതാണോ എന്ന് പറഞ്ഞിട്ട് ഇവള് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് ഇവൻ പുറകെ വെക്കുന്നുണ്ട്. ഇനി വന്ന് ഇതായാലും ചോദിച്ചാൽ എന്ത് ചെയ്യും, ഇവിടെ ഒളിച്ചു വെക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ജ്യൂസുമായിട്ട് അവിടെ നിന്നൊരു കുട്ടി അത് എടുത്തോണ്ട് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പുറകെ പോകുമ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, നീ അവിടെ കളിച്ചുകൊള്ളി നടന്നോ, ഒന്നും നീ പ്ലാൻ ചെയ്യണ്ട, എങ്ങനെ ഇതൊക്കെ മുടക്കാമെന്നും ആ നിർമ്മലിനെ കൊണ്ടുവരാന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പൊന്നമ്മേ, അമ്മ ഇന്ന് പോയേ, ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് സെറ്റാവാൻ, ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ ഇവർ പ്ലാൻ ചെയ്യാണ് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കുടിപ്പിച്ച് കിടത്തണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജലജ എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, എടാ നന്ദുവും അനയും തമ്മിൽ എന്തോ ഒരു റിലേഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം അനാമിക്ക് ഇത്ര നാളും ജാനകിക്കായിരുന്നല്ലോ നയനിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇപ്പം അങ്ങനൊന്നും അല്ല, ഇപ്പം അവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. അതിനർത്ഥം അവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതെനിക്കൊരു ചെറിയ ഐഡിയ തോന്നുന്നു പറയുമ്പോൾ എന്താ അമ്മയും ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ നന്ദുവിനെ കൊണ്ട് സത്യം പറയണം. നന്ദുവിന് കാര്യമില്ല അറിയായിരിക്കുമല്ലോ, നന്ദു ഇപ്പം മുറിയിൽ ഒറ്റയ്ക്കാന്ന് പറയുന്നുണ്ട്. ആണമ്മേ, അതിനൊരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? അല്ല, ഞാൻ ഒരു ജ്യൂസ് അമ്മയ്ക്ക് തരാം. ആ ജ്യൂസിനകത്ത് ഞാൻ കുറച്ച് മദ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അപ്പം നീ പണി തുടങ്ങിയല്ലേ? ആ ജ്യൂസ് കൊണ്ട് അമ്മ അവൾക്ക് കൊടുത്ത് അങ്ങനെയും കുടിപ്പിച്ച് നോക്ക്. അങ്ങനെയാകുമ്പം അവളുടെ വായന സത്യമൊക്കെ പുഷ്പം പോലെങ്കിൽ വരും. അത് നല്ല ഐഡിയ ആണല്ലോടാ. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ലെങ്തി ആയി പോകുന്നുണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്തിടയിൽ അപ്ലോഡ് ചെയ്യാമേ. അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.